welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് Old snacks versus new snacks challenge. അങ്ങനെ ഗയ്സ് നമ്മൾ അടുത്തൊരു അടിപൊളി ഫുഡ് ചാലഞ്ച് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞ ചാലഞ്ച് ആണ് ഗയ്സ്. ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് വന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ചാലഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഈ ചാലഞ്ച് ചെയ്യാന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞങ്ങൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടൊന്ന് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ. അതായത് ഞങ്ങള് ചൈൽഡ്ഹുഡിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സ്നാക്സ് അല്ല ഇപ്പൊ ഉള്ളത്. ഇത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. വ്യത്യസ്തമാരായിരിക്കാണ് ഗയ്സ് ഇവരൊക്കെ. ഞങ്ങൾ 3 പേര്, ഞങ്ങൾ 4 പേര് ഒന്നിച്ചുള്ള കാര്യം പറഞ്ഞത്. അതായത് ഒരുപാട് വർഷങ്ങൾ പഴക്കല്ല, പക്ഷെ എന്ന് കഴിഞ്ഞാലും ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ജങ്ക് കയറി വന്നിട്ടുണ്ട്. പക്ഷെ മുന്നേ പറയുന്നത് നമ്മള് ജംഗിൽ പെടും. അതെ, ഞങ്ങൾ ജംഗിൽ പെടും. അതായത് രണ്ട് മീഡിയം, രണ്ടിലും നിൽക്കുന്ന ആൾക്കാരെ വേണമെങ്കിലും വിളിക്കാം. അതായത് ജെൻസിയിലും ഉണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇന്ന് നമ്മുടെ മുന്നിൽ ഓൾഡ് സ്നാക്സും വരും, ന്യൂ സ്നാക്സും വരും. അതായത് ഓൾഡ് സ്നാക്സ് ഭക്ഷണങ്ങളല്ല, അത് പഴയ കാലത്ത് നമ്മൾ എന്താ പറയാ ചായക്കൊക്കെ കൂട്ടിയിരുന്ന സ്നാക്സ് ഉണ്ടാവും, അല്ലാതെ വെറുതെ കഴിച്ച സ്നാക്സ് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതിയ കാലത്തിന്റെ സ്നാക്സും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആയിരിക്കും ഇന്ന് നമുക്ക് വരാൻ പോകുന്നത്. ഇക്കാക്കാണ് കഴിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ചു. പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് അന്നത്തത് ഇന്നത്തെ അറിയാം. അതെ അതെ അതെ, കാലായില്ലേ. അല്ല നിങ്ങള് 1970-കളിലൊക്കെ എന്താ കഴിച്ചത്? ചെല്ലൂരോടാ ചോദിക്കണേ. എന്തെങ്കിലും കഴിച്ച് പറ, ഒന്നും പറയണ്ടില്ല. കപ്പ ചേമ്പൊക്കെ ചീയൊക്കെ പുഴുങ്ങി അല്ലെ, അങ്ങനെയായിരുന്നു. അത് ഞങ്ങളിങ്ങനെ പാടത്തൊക്കെ പോയിട്ട് ഉണ്ടാക്കി അങ്ങനെ മറിച്ച് ആ നെല്ല് പുഴുങ്ങിയിട്ടാണോ ചോറ് വരുന്നത്. ആയിക്കോട്ടെ, കുറച്ച് വർഷത്തിന് ഡിഫറൻസ്, ഒരു 5 വർഷത്തിന് ഡിഫറൻസ് ഉള്ളു ഇതും അതും തമ്മില്. അങ്ങനെ നമ്മള് ഓൾഡ് ഫുഡ് ന്യൂ ഫുഡ് ഒക്കെ എന്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല ഗൈസ്. ഓക്കെ, തുടങ്ങാം. 3, 2, 1 ഗോ. എനിക്ക് കിട്ടിയത് ലോഡഡ് ഫ്രൈസ് ആണ് ഗൈസ്. ഇന്നലെ കൂടെ കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാനാ ഇപ്പൊ കുറച്ചേരം തന്നെ ഇതുപോലത്തെ ഇതല്ല, തേങ്ങ ചരയുന്ന സമയത്ത് സ്ഥിരമുള്ളതാണ്. ഇങ്ങനെ തേങ്ങേനെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ തേങ്ങേന്റെ പൂളുകൾ എന്ന് പറയാ. അത് തേങ്ങാപ്പൂള് ശർക്കര. ഇതിങ്ങനെ അടർന്നു വരുന്ന സമയത്ത് വേഗം പോവുക, ഒരു ശർക്കര എടുക്കുക. എനിക്കിത് കണ്ടത് നല്ല കൊതിയുണ്ട്. അത് അങ്ങനെ കഴിക്കാൻ നല്ല രസാ. ഈ സംഭവം എന്താ വെച്ചാല്, ഈ എള്ളുണ്ടല്ലേ, ഇതിന് ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും. ചെറുത് കഴിക്കാൻ ഭയങ്കര സുഖ, കാരണം ഇങ്ങനെ വയനാട്ട് ഒറ്റ കഴിച്ച സാധനം പൊട്ട്. ഓൾഡ് ലേഡി ഓൾഡ് ഒന്നുകൂടി വർണ്ണിക്കട്ടെ. ഇത് അതിനിങ്ങനെ കടിച്ച് കടിച്ചിട്ട് ആ തേങ്ങേന്റെ എന്താ പറയാ തേങ്ങാപ്പാലും കൂടെ ഇങ്ങോട്ട് മിക്സ് ആവുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് കിട്ടൂലേ? ഇല്ലേ, ഇങ്ങനെ കിട്ടല്ലേ? അമ്പലത്തിന് ഇങ്ങനെ ശർക്കര, പക്ഷെ അതിൽ അവിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഇത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാം. പിന്നെ ഈ വീട്ടുകൂടല്ലേ ഹൗസ് വാമിങ്ങിനൊക്കെ തന്നെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുതരലുണ്ട്. ന്യൂ സ്നാക്സിൽ ഞാൻ കഴിക്കുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. നല്ല ലോഡാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതോടെ സ്ഥിരമുള്ള കബോർഡിനുള്ളിൽ ഉണ്ടാകുന്ന സാധനം. എന്റെ ആൽമാരല്ലേ, ആൽമാരുടെ ഉള്ളിൽ സ്ഥിരം 1-2 പാക്കറ്റ് കുഞ്ഞെള്ളുണ്ട ഉണ്ടാവും. ഞമ്മക്ക് എള്ളുണ്ട് എടുത്തു കൊടുക്കാം. ഇത് ഭയങ്കര അൺഹെൽത്തി ആണ് ഗൈസ്. അൺഹെൽത്തി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. എള്ളുണ്ട എങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ? ഇങ്ങനെ ഉണ്ടാക്കുന്നത് അറിയോ? പറ. ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടാക്കുന്നു. പിന്നെ ശർക്കര കുറച്ച് ബുദ്ധിമുട്ടാണ്, മധുരാണ്. എന്ന് കഴിഞ്ഞാലും നമുക്കൊരു രസത്തിന് ഇങ്ങനെ ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക. അതിനെ രസത്തിനൊക്കെ തിന്നാൻ പറ്റുന്ന സാധനം. അത് ഇതിന്റെ കൂടെ നല്ല ചായ. ഇതിന്റെ കൂടെയോ? ഇതില്ലേ, ഇതിന്റെ വേറെ സംഭവം എന്താണോ,
ഇതിന്റെ തേങ്ങേന്റെ ആ ശർക്കരേന്റെ ഒരു ബാലൻസ് അങ്ങോട്ട് കിട്ടിയിട്ട് കഴിക്കണം. ഭയങ്കരമായിട്ട് എത്തിപ്പോയി തോന്നുന്നു. സീരിയസ്ലി ഇങ്ങക്ക് തോന്നില്ല? ഇതിന്റെ ഈ ശർക്കരേന്റെ ഡോമിനൻസ് ചെയ്ത് കൂടി കഴിഞ്ഞാല് അതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. അപ്പൊ തേങ്ങ കൂടുതൽ വേണം, തേങ്ങാപ്പാൽ ഇങ്ങനെ വായൽ ഇങ്ങനെ ഉണ്ടാവും. അതും ഈ ശർക്കരേന്റെ ഒരു മധുരം കൂടെ. അതായത് ഓള് പറഞ്ഞു വരുന്നത് ബ്ലെൻഡ് അല്ലേ? ബാലൻസ് ആയി നിക്കണം, അതാ സംഭവം. ഞങ്ങൾക്ക് മനസ്സിലായി, ഇരുന്ന് തിന്നോളൂ കേട്ടോ. ലോഡർ ഫ്രൈസ് നല്ല ചീസിയാണ് ഈ ലോഡർ ഫ്രൈസ്. ഇതൊരു പാക്കറ്റും കൂടെ തന്നൂടെയെന്നോ? അത് വെപ്പ് വേണ്ടി വെക്ക്. ഇത് ഓൾഡ് വേഴ്സസ് ന്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾഡ് ഈ ന്യൂ ആണെന്നല്ല ഈ ചാനലിൽ അർത്ഥം. കിട്ടിയ ഫുഡ് മാത്രമേ ഫുഡിനനുസരിച്ച് ക്യാരക്ടർ മാറും, അത്രേ ഉള്ളൂ. അന്ന് തന്നെ അടുത്ത ഈ മുത്തച്ഛയാവും. ഇപ്പഴേ ഇത് പകുതിയായി. ഇത് ഇവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്, എത്ര കിട്ടി കഴിഞ്ഞാലും കഴിച്ചോളൂ. എനിക്ക് അങ്ങനെ ഇന്ന ഫുഡ് ഒന്നുമില്ല, എന്തും പോകും. എന്തും പോകും. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഓൾഡ് സ്നാക്സ് ആയിട്ട് എള്ളുണ്ടിയും പിന്നെ തേങ്ങാപ്പൂളും ശർക്കരയും, ന്യൂ ഫുഡ് ആയിട്ട് ലോഡഡ് ഫ്രൈസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആരും കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പഞ്ചസാരന്റെ കൂടെ കഴിച്ചിട്ട് കാര്യമില്ല, ശർക്കരന്റെ കൂടെ തന്നെ കഴിക്കണം. ശർക്കര പറഞ്ഞു. ഈ അടുത്ത റൗണ്ട് വന്നിരിക്കുകയാണ് guys. അതെ, ഫസ്റ്റ് റൗണ്ട് ഞാനിത് അപ്പൊ ഞാനിത് നേരത്തെ ഒരു സക്സസ് റൗണ്ട് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എനിക്ക് തോന്നുന്നു ഈ ചാലഞ്ചിൽ നല്ലത് മാത്രമേ കൊണ്ടുവെക്കുന്നുള്ളൂ, മോശമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നില്ല. അടിപൊളി റൗണ്ട് ആയിരുന്നു. അതെ, അത് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് മാത്രമാണ് അതില് കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. 3, 2, 1, go. അപ്പൊ ഞാൻ ന്യൂജനിലോട്ട് ഇവിടെ പണ്ട് എന്താ പറയാ പുസ്തകമൊക്കെ അടച്ചു വെച്ച് പൂജിക്കൂലേ, ആ സമയത്ത് മാമൻ ഒരു 4-5 പാക്കറ്റ് പൊരി മേടിച്ചു. എനിക്ക് ആ ഓർമ്മയാ ഇപ്പോഴും മേടിച്ചിട്ടോ. ഈ പൊരിയൊക്കെ കൂട്ടി തിന്നു. എനിക്ക് അച്ചപ്പാണ് തന്നത്, പക്ഷെ ഇത്ര പിഷ്ടി അച്ചപ്പം തരണ്ടായിരുന്നു. ഇതൊക്കെ തട്ടിക്കൂട്ടി വെച്ചതാന്ന് തോന്നുന്നു. Guys, ഇത് തട്ടിക്കൂട്ടി വെച്ചാ ശരി, അതിന്റെ ബാക്കി ഭാഗമൊന്നും ഇല്ല. ഇല്ല, ഇതൊന്നും ഇതിന്റെ പാവ ഇതിന്റെ കഥ പറയാണ്ട് തോന്നുന്നു. പറഞ്ഞോളൂ. ഞാൻ വന്ന സമയത്ത് എല്ലാം പൊടിഞ്ഞു. അതിലുള്ളത് പെറുക്കി വെച്ചതാ. പിന്നെ അത് ഒന്നായിട്ടും കൂടെ പാക്കറ്റ് വെച്ചിട്ട് തിന്നോക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മതി. ഇത് ഞാൻ വിചാരിച്ച അച്ചപ്പല്ല, എനിക്ക് ഇഷ്ടമുള്ള നല്ല എന്താ പറയാ തിന്നായിട്ടുള്ള അച്ചപ്പല്ലേ. മുത്തശ്ശിക്ക് പല്ല് എന്ത് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതെ, ഞാൻ ന്യൂജനിലോട്ട് മാറിയിട്ട് എനിക്ക് പ്രിങ്കിൾസ് ആണ് ഗൈസ് കിട്ടിയത്. ഇതിപ്പോ എല്ലാരും കഴിക്കുന്ന റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നാണോ പ്രിങ്കിൾസ്? പറ്റൂല, പ്രിങ്കിൾസ് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. ചെറുപ്പത്തില് യക്ഷിന്റെ അത് ചെയ്യലുണ്ട് പൊരിയോണ്ട്. പണ്ട് പൊരിയുണ്ട്. അന്നാണെങ്കിൽ ഇടക്കിടക്ക് കറണ്ട് പോവാ, അപ്പൊ നല്ല രസം. ഇപ്പൊ റെഡിയല്ലേ? ഒനിയൻ ഫ്ലേവറിലുള്ള പ്രിങ്കിൾസ് ആണ് ഗൈസ് കിട്ടിയത്. ഇന്ന് ഞാനും ഷാമിയും കൂടി പുറത്ത് കടി വാങ്ങാൻ പോയപ്പോ ഞങ്ങൾ ഒരു കുട്ടിയുണ്ട് ബിങ്കോന് പറഞ്ഞ് കരയുന്ന ചെറുതിട്ടോ. അമ്മ വാങ്ങിക്കൊടുത്തില്ല. അത് ഒരു ബേക്കറി പോയിട്ട് കരഞ്ഞു, വാങ്ങിക്കൊടുത്തില്ല. തിരിച്ചു നടന്നു വരുമ്പോൾ അപ്പുറത്തെ ബേക്കറി ചൂണ്ടിട്ട് പറയുന്നത് അവിടുന്ന് വാങ്ങിക്കൊടുത്തില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് കരയിപ്പിക്കാനായിട്ട് ഇത്രയും ബേക്കറി ചെറുപ്പത്തില് നമ്മള് കൊറേ കരുതില്ലേ. അതാ ഞാൻ പറയുന്നത്. ഞാനെന്താ ഉദ്ദേശിച്ചറിയോ, കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സാധനം മതി. ഇതിലെന്താ ശർക്കര ഇട്ട് കൊടുക്കാൻ? ശർക്കരയാണ് മാച്ച്. വരാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഒരേ ജനറേഷൻ ആയിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ഞങ്ങൾ ഒരേ ജനറേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം കേട്ടോ. ന്യൂ ജനറേഷൻ കാണണം, നമുക്ക് കാണാം. നല്ല അച്ചപ്പാണല്ലോ. നല്ല അച്ചപ്പ, എനിക്ക് തിന്നായിട്ടുള്ള അച്ചപ്പ ഇഷ്ടം. കുറച്ച് കട്ടിയുള്ള അച്ചപ്പല്ല. പക്ഷെ അച്ചപ്പത്തിനെക്കാട്ടി പൊരി കേട്ടോ ഇഷ്ടം. ഇത് പൊരി ചായ ഇട്ട് കഴിക്കൂലേ? പൊരി കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയിൽ മധുരം ഇട്ടിട്ട് അതിൽ പൊരി ഇട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കും. പാൽച്ചായ ഇട്ട് കഴിക്കാല്ലോ. ഞാൻ കട്ടൻ ചായയിലെ കഴിച്ചിട്ടുണ്ട്. പാൽച്ചായ ഇഷ്ടം. ഇനി നമുക്കൊരു ASMR കഴിച്ചു. ഇനി പൊരിന്റെ ASMR. അച്ചപ്പത്തിന്റെ പൊരി. ഓക്കെ, ഇനി അച്ചപ്പത്തിന്റെ എല്ലാം ക്രഞ്ചിയാ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക്
പോവാം guys. റെഡി കണ്ണുറന്നോ? ഞാനിത് ഗ്യാപ്പ് വന്നില്ല. ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് പറയാൻ വെച്ചിട്ടാ. ഓക്കെ എന്നാ തുറന്നു നോക്കാം. ഇനിയിപ്പോ തുറന്നു നോക്കാം. എന്റെ കനൊന്നുമില്ല. ഇന്റതും ഇല്ല. നമ്മൾക്ക് രണ്ടാമത് സെയിം ആണോ? അല്ല, ഞാനും ശ്രീയ സെയിമും തോന്നുന്നു. നോക്ക് പ്ലേറ്റ് നോക്കണ്ട, അവൻ അങ്ങനെ ബുദ്ധിയുള്ള സാധനമൊന്നുമല്ല. ബുദ്ധിയില്ല സാധനമല്ല, അല്ല ബുദ്ധി ഉള്ളവരാണ് പറഞ്ഞത്. മാറിപ്പോയി. Okay, തുറന്നേക്കാം. 2, 1, go. അപ്പുറത്തെ പ്ലേറ്റിലേക്ക് നോട്ടം വരുന്നത്. നല്ല എന്താ പറയാ, മറ്റേ മട്ട അരിന്റെ അവിലാണ് ഗൈസ്. ഇത് ശരിക്കും ചായയിലിട്ടിട്ട് നല്ല മധുരമുള്ള കട്ടൻ ചായലൊക്കെ ഇട്ട് കഴിക്കണം. ശർക്കരയും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കണം. ഇത് വെറുതെ പിന്നെ പഴത്തിനൂടെ അവിനിങ്ങനെ പഴത്തിനിങ്ങനെ കോട്ടാവണം, എന്നിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പൊ പിന്നെ അവിലുകളൊക്കെ ഉണ്ടാകുമ്പോ അതിലിട്ടിട്ട് അത് ഇയാളല്ല, അത് പൊരിയാവില്ല. അല്ല, പക്ഷെ ഈ അവിലിട്ട് തിന്നലുണ്ട്. ഒരു കട്ടൻ ഇവിടെ ഈ സാധനം കട്ടന്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ് ഗൈസ്. ഇത് സംഭവം എന്താ അറിയോ, പണ്ട് നമുക്ക് എന്താ പറയാ 5 ഉറുപ്പ്യന്റെ ബിസ്ക്കറ്റ് പറഞ്ഞിട്ട് കിട്ടും. 5 ഉറുപ്പ്യയിലെ ബിസ്ക്കറ്റില് ചിലപ്പോ 5 4 ഒക്കെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ഓരോന്നുണ്ടാവും. ഇന്ത്യ നൊസ്റ്റോ എന്ന് പറയുന്നത് ഞാൻ പണ്ട് മറ്റേ കണ്ണൂർ ക്വാർട്ടേഴ്സിലൊക്കെ ഉള്ള സമയത്ത് ഈ പാർലേജ് ബിസ്ക്കറ്റ് ഗൈസിന്റെ നൊസ്റ്റാൾജിയ കാര്യം. അതിങ്ങനെ കുറെ കണ്ണൂർ കോട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോ ചെറുതാകുമ്പോൾ അതായത് ഞാൻ 3 വയസ്സൊക്കെ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ആ സമയത്ത് എന്നിട്ട് എന്താ അംഗനവാടി പോകുമ്പോ ഈ ബിസ്ക്കറ്റ് തന്നു വിടാ. അവിടെ അംഗനവാടി പോയത് അവിടെ അംഗനവാടി പോയിട്ട് ഇത്രേ ഉണ്ടാവുള്ളൂ. പണ്ടത്തെ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോ ഈ ഒരു 5 ഈ ഒരു സ്റ്റാക്ക് ഉണ്ടാവുള്ളൂ. എന്നിട്ട് കുഞ്ഞു പാക്കറ്റിൽ നല്ല ഭംഗിയായിട്ട് ഇതും ടൈഗർ ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. അതാ പറഞ്ഞ ഇത് എന്നിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പഴയ ആൾക്കാര് വർത്തമാനമൊന്നുമില്ല. ഞാൻ വീണ്ടും പുതിയ ജനറേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വേണ്ട വേണ്ട വേണ്ട, ബർഗർ എന്ന് പറഞ്ഞ ഗൈസ് കൊറേ കളിച്ച ബർഗർ തിന്നുക. ചീസായിട്ടുള്ള ബർഗർ കേട്ടോ. ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം ഏത് അല്ലല്ല നേരത്തെ ഈ പറഞ്ഞ കൊറേ കാലത്തിന് ശേഷം ഏത് മറ്റേ ലോഡഡ് ഫ്രൈസ്. നമ്മളെന്താ അങ്ങനത്തെ ഒന്നും തിന്നല്ലോ. ഇപ്പൊ കുറച്ചായില്ല അങ്ങനൊക്കെ തിന്നിട്ട്. അത് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ഗ്യാപ്പ് ചായ എടുത്തില്ലല്ലേ പാവന്. ഇത് പഴയ ടേസ്റ്റ് തന്നെ, സെയിം ടേസ്റ്റ്. ഞാൻ പറയുകയാണെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, ടൈഗർ മാറിയിട്ടുണ്ട്. ബർഗറിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഈ ഇതിലോട്ട് വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താ ഗൈസ്, ഈ ന്യൂ എന്ന് പറയുമ്പോ കൊറേ ഒക്കെ അതാണ് ഹെൽത്തി ജങ്കിലോട്ടൊക്കെ പോകും. പക്ഷെ നല്ല ബർഗറാന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എല്ലാ പ്രായക്കാരും എൻജോയ് ചെയ്യുന്ന സാധനം. അല്ല അങ്ങനല്ല, എന്നാലും ഒരുവിധ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്നു. ഗൈസ് കണ്ടോ, നല്ല ചീസിയാണ്. കണ്ടോ, ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള സാധനം. ഗൈസ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അതായത് താഴെ ഫുള്ള് ജീൻസിലായി പതിപ്പിക്കാൻ വേണ്ടി വന്നാ ഗൈസ്. നല്ല കിടില ലെവല് നല്ല അങ്ങനെ മുരുമുലാന്നിരിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ശർക്കരയും പറയാൻ പരിപാടി അതൊക്കെ തുടക്കത്തിന് അവിടേക്ക് എത്തിപ്പോയി. അതാ പറ്റിയത്. ഇതിനും അത് മാച്ച് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. കാക്ക ചെയ്തത് തെറ്റ്. അത് തേങ്ങ ശർക്കര കൊടുക്കാൻ പാടില്ല, പിന്നെ അതിന് തിരിച്ചൊന്നുമില്ല. റെഡി കണ്ണുറന്നോ? നമ്മൾ വിജയകരമായ 4ാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, ഇതുവരെ വന്ന സാധനങ്ങളൊക്കെ നൊസ്റ്റാൾജിക്കും ആയിരുന്നു, ന്യൂജനും ആയിരുന്നു, നല്ല രസമുള്ള ടേസ്റ്റ് ഉള്ള സാധനങ്ങളായിരുന്നു. എല്ലാരും ഓരോരോ ഇത് തന്നെ പിടിച്ചത്. അതെ, അല്ല ഓൾ അവിടെ പോയി എടുത്തില്ല. അതല്ല തർക്കമില്ലാതെയാണ് ഈ റൗണ്ടിൽ എന്ത് വരാനൊക്കെ ചാൻസ് എനിക്കറിയാം. ഈ റൗണ്ടില് അത് ശരി, കപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ചീനമുളക് ഉടച്ചത് പോലെ ആകുമ്പോ ഉണ്ടാവില്ലല്ലോ. അത് നല്ലൊരു ചായക്ക് ഭയങ്കര കൂട്ടുന്ന സാധനല്ലേ ഈ കപ്പ, പിന്നെ ചമ്മന്തി പുഴുങ്ങിയത്, അതിന്റെ കൂടെ ചമ്മന്തി. ഫുഡൊന്നും വേണ്ട. ജങ്ക് ഫുഡിനെക്കാളും കൂടുതൽ ഇതാണ് ആഗ്രഹം തോന്നുന്നത്. അതെ, കഴിക്കാൻ അങ്ങനെ കൊതി തോന്നുന്ന അതാണ്. ഓക്കെ, തുറന്നോക്കാം നമുക്ക്. 3, 2, 1, go. അവിടെ എന്താ തേങ്ങമുട്ടായി. കഴിച്ചിട്ട് 1, 2, 3, 4, 5 തേങ്ങമുട്ടായി ഉണ്ട്. ഞാൻ 3-5 കഴിച്ചോ? അല്ല, എനിക്ക് 2 ന്യൂജൻ ടൈപ്പല്ല. എന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ, പൊരി തിന്ന പോലെ. ഞാൻ കഴിക്കാട്ടോ അത്. നല്ല രസമുണ്ടാവും.
എങ്ങനെയുണ്ട് പഴയ taste? തേങ്ങ മുട്ടായി തേങ്ങ അതാ ഞാൻ ആലോചിച്ചത്. അതൊക്കെ ഓക്കെ കിട്ടുകയും ചെയ്യും. തേങ്ങ ശർക്കര അവന് തേങ്ങ ഇട്ടിരുന്നത് അവനിരിക്കും തേങ്ങ മുട്ടായി വേറെ ന്യൂജൻ ഒന്നും കിട്ടിയില്ല. ടേസ്റ്റ് ന്യൂജനായിട്ട് കിട്ടിയില്ലല്ലോ. ന്യൂജൻ കിട്ടിയില്ലല്ലോ. ന്യൂജൻ കിട്ടിയില്ലല്ലോ. ന്യൂജൻ എനിക്ക് ആ പ്രിങ്കിൾസ് കിട്ടിയില്ല. ആ പ്രിങ്കിൾസ്. ഇതിന്റെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മള് ലക്ഷദ്വീപ് പോയ സമയത്ത് അവിടെ ഉണ്ട് ഈ തേങ്ങേന്റെ ഒരു എന്താ ആണല്ലോ ദീപൽവല്ലേ. തേങ്ങ മുട്ടായി പോലാട്ടോ അതേ ടേസ്റ്റിന്. ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല കപ്പ് നൂഡിൽസ് ആണ്. ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കത് സെറ്റ് ആക്കണം ഗൈസ്. അതെ, ഇതിലും കുറച്ച് സമയം എടുക്കട്ടോ ഞങ്ങള് തിന്നാൻ വേണ്ടിട്ട്. ഇത് നമുക്ക് ആദ്യം പൊട്ടിച്ച് കളയണം. കുറച്ച് പണിയാണ്. ഞാൻ പൊട്ടിച്ചാണ്. എനിക്ക് അത് തരുമോ? പക്ഷെ ഇത് ടേസ്റ്റ് എനിക്ക് ഇത് പൊട്ടിച്ചോ. കിട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. ഇത് ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്തതല്ലേ ഇത്. അത് മാറ്റാൻ പറ്റില്ല. ശരിയാണല്ലോ. എന്നാ കുഴപ്പമില്ല രണ്ടും മാഗി തന്നെയല്ലേ. എനിക്ക് മസാല അത് മസാല ഫ്ലേവർ എനിക്ക് അതുമായിരുന്നു ഇഷ്ടം. ഞാൻ ഒന്ന് തിന്നത് രണ്ടാമത്തെ ആട്ടോ. ഇത് കണ്ടോ, അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും കഴിക്കാന്നുള്ള ലെവലിൽ ഇതിന്റെ ഉള്ളിൽ സ്പൂൺ ഇറക്കുണ്ടാവും. ചില ന്യൂജൻ സാധനങ്ങൾക്ക് നല്ല ഉപകാരങ്ങളുണ്ട് ഗൈസ്. ഇതിന് ഉപകാരം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും വെള്ളം ചൂടുവെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ്. ഓക്കെ, ഇത് എത്ര ഒഴിക്കണം എന്നറിയും. അത് മുങ്ങുന്നവരെ അതൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ തന്നെ. ഇതെനിക്ക് ഇഷ്ടാണ്. ഇത് എനിക്കും ഇഷ്ടമാണ് ഗൈസ്. ഇഷ്ടമായിരുന്നു. ഇത് നമ്മൾ മറ്റേതില്ല. മതി. ഇത് കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ മൂടി വെക്കണം ഗൈസ്. അതാണ് ഇത് സെറ്റ് ആയിട്ട് വരുള്ളൂ. ഇതിന്റെ സ്പൂണ് പൊട്ടിപ്പോയിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് സെറ്റ് ആവുന്നില്ല. സെറ്റായി. ഇത് ഇനി മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എടുത്തോ. ഞാൻ നോക്കട്ടെ എന്തൊക്കെ എത്ര മിനിറ്റ് ആണ്. ഇത് 5 മിനിറ്റ് ആണോ? 4 മിനിറ്റ്. 4 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് റെഡി ആവും. ഇത് ന്യൂ ആയിട്ടുള്ള സ്നാക്സിനൊക്കെ ഇങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടപ്പോ ഞാൻ ഉരുട്ടിയെടുത്താണല്ലോ പോയാട്ടോ. ആദ്യം ഉരുട്ടിയല്ലേ. അല്ല പക്ഷെ ഇതൊന്നും പോലെ ആവില്ലല്ലോ. അത് വയറിലല്ലോ. എന്താ കുറച്ചധികം തിന്നോ. പോയി അങ്ങനെ 4 മിനിറ്റിന് ശേഷം ഞങ്ങളുടെ നൂഡിൽസ് റെഡി ആയിരിക്കാണ്. അപ്പത്തേക്ക് ഞാൻ 2 എന്താ പറയാ തേങ്ങന്റെ മിഠായി കഴിച്ചു കഴിഞ്ഞത്. മതി തേങ്ങമുട്ടായി ഒക്കെ കഴിഞ്ഞു. ഇനി നൂഡിൽസിന്റെ കാലമാണ്. ഇനി നൂഡിൽസ് ഇത് ഇന്റത് ഇങ്ങനെയാണ്. ഇതൊരു മസാല ഫ്ലേവർ ആണെന്ന് തോന്നുന്നത്. അതൊരു ചില്ലിയാണ്. ഇത് മറ്റേ വെളുത്തുള്ളിന്റെ ഫ്ലേവർ ഇല്ലേ, ചില്ലിച്ചോ ഫ്ലേവർ ആണ്. മുളകും വെളുത്തുള്ളി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂജൻ ഈ ആ ഒരു ജനറേഷൻ ആയതുകൊണ്ടേ ഇത് ചിലപ്പോ കഴിക്കാൻ പറ്റില്ല. എനിക്ക് വായ കൊള്ളരുതേ. പുള്ളി ചെറുതായിട്ട് കൊള്ളാം. എനിക്ക് ഞാനിത് കഴിക്കുന്ന ഫ്ലേവർ ആണ്. ഒന്നും കൂടെ മസാല പിടിക്കാണ്ടായിരുന്നു. മസാല പിടിക്കാൻ അതിന് കുറച്ച് ഇതിങ്ങനെ കുടിച്ചാൽ മതി. ഇഞ്ചി അല്ല സോറി ശ്രീ തിളച്ചുള്ള ജാമ്യ കൊച്ചുകുറ്റി കുടിച്ചാൽ മതി. അത് കുറച്ച് വെള്ളം വെച്ച് കൂടി പോയിക്കുന്നു തോന്നുന്നു. അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണോ? ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. ഒരേ ജനറേഷൻ അല്ലേ. ഞാൻ നേരത്തെ പൊരി തിന്നില്ലേ, ശ്രീ അച്ചപ്പം തിന്നില്ലേ, ശ്രീന്റെ പട്ടാനൊക്കെ കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് കൊതിയോ. എനിക്ക് മധുരം തന്നെ ഒന്ന് മതിയായി. നല്ല രസമുണ്ട്. വേറെ ഫ്ലേവർ. എനിക്ക് രണ്ടും ഇഷ്ടമായി. ആ ഒരു സ്പൂൺ കൂടി ശ്രീ ഒരു സ്പൂൺ കൂടി എന്നെ തിന്നു. അപ്പൊ ഞാൻ ഉപ്പ് തിന്നിട്ട് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ലാസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തൊക്കെ കൊണ്ടുവച്ചിട്ട് ഓരോ റൗണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അടുത്തതിന്റേക്കും എന്നുള്ള നല്ല എക്സൈറ്റ്മെന്റ്. സാധനങ്ങളാണ് കിട്ടിയത്. പിന്നെ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഈ ന്യൂ സ്നാക്സിൽ ആ പ്രിങ്കിൾസ് കിട്ടിയത്. ബാക്കിയൊക്കെ എനിക്ക് കിട്ടിയത് ഓൾഡ് സ്നാക്സ് ആയിരുന്നു കേട്ടോ. ഞാനിത് എല്ലാരും മുന്നിലുള്ള എന്നെ അടുത്ത്. ത്രീ ടു വൺ ഗോ. ശർക്കര കടല മിഠായി. എനിക്കിത് മതി. തരാൻ പറ്റില്ല.
ടേസ്റ്റ് ന്യൂ ജനറേഷൻ കഴിച്ചോ ഡോണട്ട്. ഇത് നോക്ക് ഗൈസ്, നല്ല അടിപൊളി കടലമുട്ടായി പണ്ടത്തെ അതേ കോലത്തിൽ തന്നെ ഉണ്ട്. അതാണ് എനിക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ശർക്കരപ്പേരിയാണ് ഗൈസ്, ശർക്കര വരട്ടി എന്നൊക്കെ പറയും. ഇത് എല്ലാവർക്കും ഒരുവിധ ഇഷ്ടമുള്ള സാധനമാണ്. ഇപ്പോഴും ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനമായിട്ടത്. ഈ സദ്യയിലൊക്കെ മെയിൻ സാധനമാണ് ഇത്. എനിക്ക് ഡോണറ്റ് ആണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇതെനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഇതിനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഇത് കഴിക്കാൻ നല്ല സങ്കടമുണ്ട്. എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ശർക്കരപ്പേരി എന്റെ ഷെൽഫിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റം അതായിരിക്കും. എന്നിട്ട് ഞങ്ങൾ എടുത്ത് തിന്നുന്നതാണ്. നീ കഴിക്കാം. ഇത് കഴിക്കുമ്പോ എപ്പോഴും സദ്യ ഫീലാ കിട്ടുക. എനിക്കിത് വേണ്ട ഗൈസ്, ഇത് ഇഷ്ടമില്ല. ഇതൊക്കെയാണ് വേണ്ടത്. അല്ല അത് വേണ്ട, അത് നിങ്ങൾ കഴിച്ചോ, നിങ്ങളെ ബോഡി ലേഡീസ് കഴിച്ചോ, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്താണെന്നറിയോ, ഇതില്ലേ നമ്മൾ സാധാരണ വാങ്ങുന്ന ഡോണറ്റ് അല്ല, അത് നല്ല ടേസ്റ്റുള്ള ഡോണറ്റാ. ഇതെന്തോ ഡോണറ്റാ, ഇവിടെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. എന്താ ടേസ്റ്റ്? എനിക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്തൊക്കെ ടേസ്റ്റ് കിട്ടോ? ആ കിട്ടും. ആ ശർക്കരപ്പേരിന്റെ കൊതി വരും. ആ കടല ക്രഞ്ചിയാന്ന് എനിക്കറിയായിരുന്നു. ഇതൊക്കെ അവിടെ ഇന്നലെ വാങ്ങി വെച്ചാണ് സംശയമുണ്ട്. അപ്പൊ guys, ഈ റൗണ്ടിൽ നമുക്ക് ഓൾഡ് സ്നാക്സിൽ വന്നിട്ടുള്ളത് കടല മിഠായും ശർക്കരപ്പേരിയാണ്. പിന്നെ ന്യൂ സ്നാക്സിൽ ഡോണറ്റും ആണ്. സാധാരണ ഡോണറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്, പക്ഷെ എന്താ അറിയാം ഇത് രണ്ടും വന്നപ്പോ ഇതിന് ടേസ്റ്റ് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണ് ചിലപ്പോ ടേസ്റ്റ് ഉള്ളതിനേക്കും ഇതിന്റെ മുന്നിൽ ചിലപ്പോ ടേസ്റ്റ് തോന്നാതെ കൊടുക്കാൻ പറ്റില്ല. ന്യൂലോട്ട് വരാനുള്ള ഒരു അവസരം കൂടിയാണ്. എണ്ണ ആ മൊത്തം കടിച്ചില്ല അല്ലേ? എന്തോ ഈ ചാലഞ്ചിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നൊസ്റ്റാൾജി ഒക്കെ വർക്കായോ? കഴിച്ചിരുന്ന സ്നാക്സ് ഉണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാണ്? ചായയും അതും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ പറയണം ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇങ്ങനത്തെ നൊസ്റ്റാൾജിക് ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് എന്തായാലും നല്ല നൊസ്റ്റാൾജി കിട്ടി. ഇത് ഷാമി തുടങ്ങി വെച്ചതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർക്ക് ഓൾഡിൽ കഴിക്കാൻ പറ്റും. ന്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ബൂമറായി ഞങ്ങൾക്ക് വിഷമം വരുന്നില്ലേ? അത്രേ വേണ്ടു. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, അല്ല പല ടൈപ്പിൽ കിട്ടും. നല്ല രസം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. പക്ഷെ അടിപൊളി വീഡിയോ ഇട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ശ്രീലക്ഷ്മി, സൗമ്യ, This is Sanjita. signing off.